ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് രാവിലെ മുതൽ 10 മണി വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. ഉള്ള ദിവസങ്ങളിൽ എല്ലാ വീട്ടിലെയും അവസ്ഥ ഭയങ്കര തിരക്കാണെന്ന് എല്ലാവർക്കും അറിയാലേ. അതേപോലെ തന്നെ എൻ്റെ വീട്ടിലും ഭയങ്കര തിരക്ക് തന്നെയാണ്. പിന്നെ കുട്ടികൾ പോയി കഴിഞ്ഞ ശേഷം എനിക്കും പോകണം. അപ്പം രാവിലെ ഒരു ഭയങ്കര യുദ്ധമാണ് കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഇന്ന് ഞാൻ ചായക്ക് കടി ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. ദോശക്കുള്ള മാവ് ഞാൻ ഇന്നലെ രാത്രി തന്നെ അരച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല എളുപ്പമായി. അപ്പോൾ ഞാനിതൊന്ന് അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് അരച്ച് വെച്ചത്. ഞാൻ ഇതിലേക്ക് ഈസ്റ്റ് അങ്ങനെ അതേപോലെ തേങ്ങാവെള്ളം ഒന്നും ചേർക്കാറില്ല. പുളി കൂടിയാൽ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ പുളി ഇല്ലാതെയാണ് ഇഷ്ടം. പുളി ഉണ്ടായാൽ അത് ആരും തിന്നില്ല. ഞാൻ ഈ ഒരു ദോശ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ വേഗം കഴിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് സ്കൂളത്തെ വിശേഷങ്ങളൊന്നും പങ്കുവെച്ചിട്ടില്ലല്ലോ. ഞാൻ സ്കൂളിൽ കയറിയിട്ട് ഇപ്പോൾ 2 വർഷം ആവാറായി. കഴിഞ്ഞ വർഷമാണ് ഇപ്പോൾ സ്കൂളിൽ കയറിയത്. പിന്നെ അതിന് കോഴ്സ് കഴിഞ്ഞിറങ്ങിയ ഉടനെ തന്നെ കോവിഡും വന്നതുകൊണ്ട് പിന്നെ വീട്ടിലിരിക്കുക തന്നെയായിരുന്നു. അൽഹംദുലില്ലാ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിൽ തന്നെയാണ് കേട്ടോ എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. അതിനു മുന്നേ ഞാൻ നിങ്ങളെപ്പോലെ വീട്ടമ്മ തന്നെ ആയിരുന്നു. 10 വർഷത്തോളം ഞാൻ വീട്ടിലിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ +1ക്ക് ചേർന്ന ഉടനെ തന്നെയാണ് കല്യാണം കഴിഞ്ഞത്. അന്നൊക്കെ പിന്നെ 15 വയസ്സാകുമ്പോഴാണ് കല്യാണം. അന്ന് പിന്നെ ഹസ്ബൻഡിനൊന്നും പഠിക്കണം എന്നുള്ളൊരു ഇതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കന്നും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, പഠിക്കാൻ പോകണം, പിന്നെ ഒരു ടീച്ചറാവണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ഈ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയി 3 കുട്ടികളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതോടുകൂടി പിന്നെ ആ ഒരു സ്വപ്നം ഇങ്ങനെ അവിടെ മാറ്റി വെക്കും. അപ്പോൾ ഞാനിന്ന് ദോശയ്ക്കൊരു ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ടെടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ ഉള്ളിയും ഇട്ടെടുത്തു. ഇനി ഉള്ളി നമുക്കൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനങ്ങനെ കുട്ടികളൊക്കെ ഒന്ന് വലുതായി സ്കൂളിലേക്ക് പോവാറായി. പിന്നെ മോളും അവളെ LKG ചേർക്കാറുമായി. അപ്പോഴേക്കും പിന്നെ എൻ്റെ സ്വപ്നങ്ങൾക്കൊക്കെ വീണ്ടും ഒന്ന് മുട്ടിട്ട് തുടങ്ങി. അങ്ങനെ ടീച്ചറാവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കടമ്പ +2 എഴുതണമല്ലോ. എനിക്ക് 10ാം ക്ലാസ്സല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ അന്വേഷിച്ചു, പത്രത്തിലൊക്കെ ഇങ്ങനെ തേടി പിടിച്ചു +2 എങ്ങനെ 6 മാസം കൊണ്ട് തീർക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഈ ഒരു ചട്നി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടെ ഇട്ടിട്ട് നല്ല ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടോ. ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് അതിലേക്ക് 2 തക്കാളിയും കൂടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കോരി വെച്ചതിന് ശേഷം ചട്ടിയിൽ ബാക്കിയുള്ള ഉള്ളിയിലേക്കാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ മസാലകൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയിലേക്ക് നമ്മുടെ എടുത്ത് മാറ്റി വെച്ച ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ച് വെച്ച അരപ്പ് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇതുപോലെ കിട്ടും. ഒരു ഓറഞ്ച് കളറിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. നല്ല രസമാണ് കേട്ടോ. കുട്ടികളൊക്കെ പറഞ്ഞ് നല്ല ടേസ്റ്റാണ് ഉമ്മാന്ന്. അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ അടുപ്പിൽ വെക്കണം. ഫ്ലെയിം കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പത്രത്തിലൊക്കെ തിരഞ്ഞു പിടിച്ചു. അങ്ങനെ ഒരു പത്രത്തിൽ കണ്ടു 6 മാസം കൊണ്ട് +2 കംപ്ലീറ്റ് ആക്കാന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ അത് മഞ്ചേരിയാണ് അതിൻ്റെ സെൻറ്റർ വരുന്നത്. തുല്യതാ പരീക്ഷയാണ് കേട്ടോ. അങ്ങനെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി. എനിക്ക് പഠിക്കണം എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ആഗ്രഹം വന്നു. അപ്പോൾ ഞാൻ ഇക്കാനോട് ചോദിച്ചു, ഇക്ക ഞാൻ പഠിക്കട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിലിരുന്ന് പഠിച്ചോ, പോയിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പത്രത്തിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അതിൻ്റെ സെൻറ്റർ വരുന്നത് മഞ്ചേരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ചേരി പോയി ഞങ്ങൾ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു.
10-15 ദിവസമായപ്പോഴേക്കും പുസ്തകമൊക്കെ കിട്ടിയിട്ടോ. പുസ്തകം കിട്ടിയപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടു. ഞാൻ ടീച്ചറായതിന് പിന്നിൽ കുറേ കഥകളുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ പറഞ്ഞാൽ അത് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഉച്ചക്കൊക്കെയുള്ള ചോറൊക്കെ കൂട്ടാൻ ഇന്ന് ചീര ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ചീര ഉപ്പേരി ഉണ്ടാക്കണതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ സമയം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറുക്ക് കറി മീൻകറിയാണ് കേട്ടോ. മീൻകറി ഇതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ ഇനി എനിക്ക് അടിച്ചോരി തുടക്കാണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസ വിട്ട് വരുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ അടിച്ചോരൽ കഴിച്ച് ഇരട്ടെ. എന്നിട്ട് പിന്നെ ഓല് ചായ കുടിച്ചതിന് ശേഷമുള്ളൂ ഞാൻ തുടക്കൽ കേട്ടോ. അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ നന്നാക്കി തുടക്കാറൊന്നുമില്ല കേട്ടോ. അടിച്ചോരിടും തുടക്കും, ഒന്ന് നടക്കക്കൂടെയൊക്കെ മിന്നി പോവുള്ളൂ. പിന്നെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് കട്ടിൻ്റെ ചോടൊക്കെ ഒന്ന് തട്ടി കൊട്ടി അടിച്ചോരിയിടുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ടൈം 8:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തുടക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ 4 മണി ചായക്കുള്ള പലഹാരം കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കണതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ മാവ് ഉണ്ടാക്കണതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ മൈസൂർ പഴവും അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് റവപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഏലക്കായും ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്തു. അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ അവർക്ക് ചായൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടം ബേക്കറി അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നും ഇപ്പം ഈ ബേക്കറി ബിസ്ക്കറ്റൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ വയറിനും കേടല്ലേ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ സമയം ഉള്ളപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കും. ഇല്ലാത്ത സമയങ്ങളിൽ പിന്നെ അവരങ്ങനെ കഴിക്കാറാണ് പതിവ്, ബേക്കറി തന്നെ കഴിക്കും. എന്നിട്ട് പിന്നെ ചായ കുടിച്ചതിന് ശേഷം അവർ ട്യൂഷന് പോകും, 6:30-ക്കാണ് വരാറുള്ളത്. അപ്പോൾ പിന്നെ ആ ഒരു ടൈം കൊണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പറ്റുന്ന കോലത്തിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് സ്കൂളിലേക്ക് ചോറിലേക്ക് കൂട്ടാൻ കൊണ്ടുപോകുന്നത് ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഒരു സവാള ഞാൻ ചെറുതായി അരിഞ്ഞത് മിക്സിയിലേക്ക് ഇട്ടു. ഇനി 2 തക്കാളിയും കൂടെ എടുത്തു. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. അപ്പോൾ കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. പുളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമ്മുടെ ചമ്മന്തിയിലേക്ക് വേണ്ടത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടത്, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെരിന്തൽമണ്ണ പോയി മടങ്ങി വരികയാണ് കേട്ടോ. ഇനി ഞാൻ സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നെ ഒരു വിശേഷം കൂടെ ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഫ്രൂട്ട്സ് ഡേയോടനുബന്ധിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്